അസ്സലാമലൈക്കും. ഹാബിൻഡക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന തലയിൽ തേക്കാൻ പറ്റിയ താളിയല്ല, പിന്നെതാ തലയിൽ താളിയാണെങ്കിൽ താളിയാക്കാം, അല്ലാതെ അങ്ങനെ പാക്കായിട്ട് ഇടുകയാണെങ്കിൽ അങ്ങനെ ആക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മഴ ആയതുകൊണ്ടാണ് ഞാൻ താളി ആക്കാമെന്ന് പറഞ്ഞത്. അപ്പം അല്ലാതെ അങ്ങനെ ആക്കിയിടാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയ നല്ലൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു സാധനം നമ്മൾ എടുക്കുന്നത് കിയാർ നെല്ലി. ഇതുണ്ടോ, ഇത് നമ്മൾ മഞ്ഞപ്പിത്തത്തിനൊക്കെ പറ്റിയൊരു സാധനം. മഞ്ഞപ്പിത്തത്തിന് പാലിൽ അരച്ച് കുടിച്ചണേ. ഇത് 2 സൈസ് ഉണ്ട് കേട്ടോ, കറുപ്പുണ്ട്, വെള്ളമുണ്ട്. വെള്ളമാണ് ഒന്നും കൂടി നല്ലത്. അപ്പോൾ നമ്മളിത് അങ്ങനാണ്ട് ഇതിൻ്റെ തലഭാഗം അങ്ങനാണ്ട് എടുത്തിട്ട് നല്ലപോലെ കഴുകി. ഇതുണ്ട്, പിന്നെ കുറച്ച് മൈലാഞ്ചിൻ്റെ എല്ലാം എടുത്താണ്. കുറച്ചുള്ളൂ കേട്ടോ, ഞാൻ കുറച്ച് എടുത്തതാണ്. മൈലാഞ്ചിയൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ കൂടി ആകുമ്പോൾ തോന ആവണ്ടായി വിചാരിച്ച്. പിന്നെ ഒരു തുളസീൻ്റെ ഇല എടുത്താണ്. തുളസി, ഞാൻ ചെമ്പരത്തിൻ്റെ ഇലയും മൊട്ടും എടുത്താണ്. ഞാൻ പനികൂർക്കലിൻ്റെ ഇല എടുത്താണ്. ഞാൻ കറിവേപ്പിൻ്റെ ഇല എടുത്താണ്. ഇതൊക്കെ കൂടെ അരച്ചിട്ട് നമുക്ക് താളി പോലെ വേണമെങ്കിൽ തേക്കാം, അല്ലാതെയും ഇടാം. ഇതിപ്പോൾ അരച്ചവിടെ ഒരു ഇരുമ്പ് ചട്ടിയിൽ വെച്ചാൽ നിങ്ങൾക്ക് നാളെ വേണമെങ്കിൽ അങ്ങനെയും തേക്കാം. ഞാനിപ്പോൾ ഇത് താളിയായിട്ട് ഉപയോഗിക്കാനാണ് അപ്പോൾ നിൽക്കണം കേട്ടോ. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് തോനെ നേരിട്ട് നിന്നാൽ ചിലപ്പോൾ നീരിറക്കം ഉണ്ടാകുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാനിത് ഒരു 20 മിനിറ്റ് തലയിൽ വെച്ചിട്ട് കഴുകി കളയാമെന്ന് വിചാരിച്ച്. വേണ്ട ഒക്കെ കഴുകിയെടുത്താൽ ഈ സാധനം നല്ലതാട്ടോ. താരം പോകാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനും മുടി കറുപ്പിനും വെളുത്ത മുടിയൊക്കെ ആയി വരുന്ന ആൾക്കാർക്ക് ഇത് നല്ലതാണ്. ഇനി വരാതിരിക്കാനും നല്ലതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് അരച്ചെടുത്താൽ മതി. ഇതൊക്കെ ഞാൻ കഴുകി പെറുക്കി എടുത്ത് വെക്കുകയാണ്. നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മൾ ഈ ജാറിലേക്ക് ഇത് ഇടുക കേട്ടോ. കുറേശ്ശെ മുറിച്ച് ഇങ്ങനെ പിച്ചി ഇട്ടാൽ മതി. കറിവേപ്പൊക്കെ ഒന്നുകൊണ്ട് ഊരിയിടുക. പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ മൈലാഞ്ചിൻ്റെ ഇല, നല്ലതാണ്. ഇനിയിപ്പോൾ അകാലനേരം വരാത്ത ആൾക്കാർക്ക് ഇതുപോലെ പിന്നെ ആഴ്ചയിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ചെയ്താൽ ഒരിക്കലും തല നരക്കില്ല, അത് ഉറപ്പാണ്. അപ്പോൾ എൻ്റെ തലയൊക്കെ എന്ന് പറയുമ്പോൾ നരച്ചിട്ടില്ല അധികം. പക്ഷെ ഞാൻ ഈ കിയാർ നെല്ലിയൊക്കെ ഇട്ട് ആദ്യം എണ്ണ കാച്ചി തേക്കുമായിരുന്നു. പക്ഷെ ഇതുപോലെ ഞാൻ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ചെയ്ത് നോക്കുകയാണ്. എണ്ണ കാച്ചി ധാരാളം തേച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടേ ഇരിക്കും നമുക്ക് മുടിയൊന്നും അങ്ങനെ നരച്ചിട്ടില്ല. കുറച്ച് കഞ്ഞിവെള്ളം കേട്ടോ. ഇതിപ്പോൾ വെച്ച കഞ്ഞിവെള്ളമാണ്, പഴയതല്ല. അതാ ഞാനിത് അരച്ചെടുത്തു കേട്ടോ. ഇതൊന്ന് അരിക്കട്ടെ. കുറച്ച് വെള്ളമാക്കിയാട്ടോ ഞാൻ അരച്ചെടുത്ത്. കഞ്ഞിവെള്ളം കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നേ, ഇതൊന്നിങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ മഴ ആയതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ പിറ്റേ ദിവസമൊക്കെ ആക്കുമ്പോൾ ചില ആൾക്കാർക്ക്, എനിക്ക് പറ്റൂല, അതാണ് ഞാൻ ഇടാത്തത്. അപ്പം നിങ്ങൾക്കൊക്കെ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതിങ്ങനെ അരച്ച് കുറുന്നനെ ഇങ്ങനെ എടുത്തിട്ട് പിറ്റേ ദിവസം തേച്ചാൽ മതി കേട്ടോ. ഒരു ഇരുമ്പ് ചട്ടിയിലവിടെ ആക്കി വെക്കുക. നെല്ലിക്കാപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ആക്കിയോണ്ട് എന്നാൽ നല്ല മുടി കറക്കും. ഒരിക്കലും നിങ്ങളെ മുടി നരച്ച ഇതുണ്ടാവില്ല. പക്ഷെ നരക്കേണ്ടതിന് മുമ്പും തേക്കണം കേട്ടോ. നരച്ചാൽ പിന്നെ കുറച്ചൊക്കെ തേക്കേണ്ടി വരും, ഒരു 3-4 പ്രാവശ്യമൊക്കെ, എന്നാലേ ഇങ്ങനെ കറുത്ത് വരുള്ളൂ. ഇപ്പോൾ നമ്മളെ പനിക്കൂർക്കാന്ന് പറയുമ്പോൾ നമുക്ക് ജലദോഷത്തിനും പനിക്കും എല്ലാത്തിനും പറ്റുമല്ലോ. കുട്ടികൾക്കൊക്കെ പറ്റും, വലിയ ആൾക്കാർക്കും പറ്റും. അപ്പം അതും നല്ലതാണ്. പിന്നെ തുളസി ഇലയാണ്, അതും ഈ മഴക്കാലത്ത് അതൊക്കെ ഒന്ന് എടുക്കണം നിങ്ങൾ, ഏത് ഇത് എടുക്കുമ്പോഴും, അല്ലെങ്കിൽ നീരിറക്കം ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് നമ്മൾ ഏത് എണ്ണയാണോ തേക്കണത്
വെളിച്ചെണ്ണ കാച്ചിയ എണ്ണ ഏതായാലും അത് കുറച്ച് തേച്ചിട്ട് ഇതുപോലെ അങ്ങനെ ഉണ്ട് അരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മളെ മുടിയിലൊന്നും ഇതാവില്ലല്ലോ. അപ്പം നമ്മൾ വേനൽക്കാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം, 1 മണിക്കൂറൊക്കെ അരമണിക്കൂറൊക്കെ തേച്ചിടാം. കാരണം നീരിറങ്ങൂല. അപ്പം മഴ ആയതുകൊണ്ട് പറ്റൂല. വീണ്ടും പറയട്ടോ നിങ്ങളോട്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനി അറിയാതെ നീരിറക്കമുള്ളവർ തേച്ച് പിടിപ്പിച്ചവിടെ കുറേ നേരം വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് താളിയായിട്ട് ഒരു 10ഓ 15ഓ 20ഓ ഇപ്പോൾ നമുക്ക് നീരിറക്കമില്ലെങ്കിൽ 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് തലയിൽ വെച്ചിട്ട് നല്ലോണം കഴുകി കളയാം. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി സാധനം. അപ്പം ഞാൻ മുടി ഇപ്പോൾ നമുക്ക് കട്ടാൻ പറ്റൂല, അല്ലെങ്കിൽ കാണിച്ചു തരേ. എൻ്റെ മുടി നരച്ചിട്ടൊന്നുമില്ല. ഈ 2 സൈഡിൽ ഇങ്ങനെ കുറച്ച് നരച്ചിട്ടുള്ളൂ, പറയാൻ മാത്രമൊന്നും നരച്ചിട്ടില്ല. അപ്പോൾ അതാ ഞാൻ ആദ്യമേ ഇങ്ങനെ ഓരോ താളിയൊക്കെ തേക്കലുണ്ട്, അതുകൊണ്ടാണ് മുടിയൊന്നും നരക്കാത്തത്. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തേക്കട്ടെ. മുടിയില്ലാത്ത ആൾക്കാരും മുടിയുള്ളവരും അകാല നേരമൊക്കെ മാറാനും എല്ലാത്തിനും ഫസ്റ്റാണ്. കാരണം നമ്മളെ കിയാർ നെല്ലി ഏറ്റവും ഫസ്റ്റാണ്. പിന്നെ ചെമ്പരത്തി ഇല, എല്ലാ സാധനവും നല്ലതാണല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ആഴ്ചയിൽ 2 പ്രാവശ്യം തേക്കുക. തലമുടി നരക്കാത്തവർക്ക് നരക്കൂല, അത് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരോടും നന്ദി, നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും. അപ്പോൾ അതാ നമ്മളെ താളിട്ടോ, ഇവിടെ തലി തേക്കണേ. കുറീച്ച ഇങ്ങനെ വലിഞ്ഞ് തേച്ചാൽ മതി. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് തേക്കുകയാണ്. കണ്ടോ, ഇവിടെ മുടി കണ്ടില്ലേ? ഇത് കുറേ മുറിച്ചിടണം. അവർക്ക് മുടി ഇഷ്ടമല്ല, അതുകൊണ്ട് ഇങ്ങനെ മുറിച്ചിടണം. നല്ല മുടി വളരും. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ടിട്ടാണ്.